ഗൈസ് ഗുഡ് മോർണിംഗ്. അങ്ങനെ എഴുന്നേറ്റു, പല്ലൊക്കെ തേച്ചു, ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വന്നു. മഴയൊക്കെ പെയ്ത് നല്ല തണുത്തിരിക്കുകയാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, വർക്കുണ്ട്. അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കടലക്കറി ഉണ്ടാക്കണം. പിന്നെ ഇത് കണ്ടോ ഗൈസ്, കുരു വന്നു, ഭയങ്കര വേദനയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആകാൻ വിചാരിച്ചു. അപ്പോൾ കാണുന്നതിന് മുന്നേ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, അമ്മ എന്നെ പാല് അടുപ്പത്ത് വെച്ചിട്ട് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കടലക്കറി ഉണ്ടാക്കണം. ഇന്ന് എൻ്റെ വകയാണ് കടലക്കറി, പുട്ടും കടല. ഇന്നലെ പുട്ടും കടലയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കടലക്കറി ഞാൻ ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ മടിയാണ്. പക്ഷെ ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം കുടിക്കും, എന്നിട്ടേ വേറെ എന്തും കഴിക്കുള്ളൂ. എന്നാലേ ഒരു സുഖമുള്ളൂ. ഇനി ചായ കുടിക്കും. ഒരു ഗ്ലാസ് ചായ കുടിക്കും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെയാണ് രാവിലത്തെ ഫുഡ്. കടലക്കറി ഉണ്ടാക്കാൻ തുടങ്ങട്ടെ കേട്ടോ. ഇവിടെ ഭയങ്കര വേദനയുണ്ട്, നല്ല വെളുത്തുമൊക്കെ കുരു. അപശബ്ദം കേട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ. അത് ഈ മുട്ട പുഴുകണതിൻ്റെയാണ്. രഞ്ജു ഇവിടെ രാവിലെ തന്നെ ബോക്സിങ്ങിലാട്ടോ. ഒരു മണിക്കൂർ എന്തോ ചെയ്യും. 1 മണിക്കൂറാണോ? അതൊക്കെ വേണ്ടി സവാളയും തക്കാളിയും കൂടെ വാട്ടി അടുത്ത സ്റ്റേജ് മസാലപ്പൊടികളൊക്കെ ഇടുക, കടലയിട്ട് വാറ്റിക്കുക. എൻ്റെ കടലക്കറിയായി. പിന്നെ പുട്ടും കടലക്കറിയും കഴിച്ചാൽ മതി. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. കൂടെ മുളകിട്ട പപ്പടവും കൂടെ ഉണ്ട്. കഴിക്കട്ടെ. അങ്ങനെ ഗൈസ്, ഞാൻ വർക്കൊക്കെ തുടങ്ങി, വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സമയം ഇപ്പോൾ 10 മണിയായി. പിന്നെ ഈ വീഡിയോയിൽ ശ്യാം ഉണ്ടാവൂല. ശ്യാം നാട്ടിൽ പോയേക്കാണ്. ശ്യാം ഇന്നലെ പോയതാണ്, ഞാൻ എൻ്റെ വീട്ടിലാണ്. പിന്നെന്താ, ഇവിടെ നല്ല മഴയൊക്കെ പെയ്ത് മഴയുടെയൊക്കെ ഒരു ക്ലൈമറ്റാണ്. മഴയുടെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഒരു തണുത്ത ക്ലൈമറ്റാണ്. ചൂടൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല, വരണേ ഉള്ളൂ. ഒരു നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. സമയം 10 മണിയായി. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വെയിൽ വരുമായിരിക്കും. പിന്നെ ഇനി കുളിച്ചിട്ടൊന്നുമില്ല, കുളിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ പണി ചെയ്യട്ടെ. അങ്ങനെ ഗൈസ്, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. വർക്കൊക്കെ ഓൾമോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. വെയിൽ വരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വെയിൽ വരുന്നതിന് മുന്നേ കുളിച്ചപ്പോൾ ഒരു സുഖം. വെയിലങ്ങ് തുടങ്ങി വരണേ ഉള്ളൂ. നല്ലൊരു തണുപ്പും ഒക്കെ ആയിട്ട് കുളി കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഇനി ദിയയുടെ വീട്ടിൽ പോകണം. അവിടെ ദിയ ഉണ്ടെന്ന്, സാറ്റർഡേ അല്ലേ. അപ്പോൾ ദിയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. അവിടെ വൈഫൈ ഉണ്ട്, അപ്പോൾ സുഖമായല്ലോ. അപ്പോൾ ദിയയുടെ അടുത്ത് പോകണം. വൈകുന്നേരം എനിക്ക് ഡാൻസിന് പോകണം. ഞാൻ ഇപ്പോൾ കുറച്ചായി ഡാൻസ് പഠിക്കണത്. അപ്പോൾ ഡാൻസ് ക്ലാസ്സിൻ്റെ പ്രോഗ്രാമാണ്. എല്ലാ കൊല്ലം ഈ വെക്കേഷൻ ടൈമിൽ ഡാൻസിൻ്റെ ആനുവൽ ഡേ ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വീക്കാണ്. അപ്പോൾ ഈ വീക്ക് ഫുള്ള് കണ്ടിന്യൂസ്ലി ഡാൻസ് പ്രാക്ടീസ് ഉണ്ടാവും, 1 മണിക്കൂർ. അപ്പോൾ വൈകുന്നേരം അതിന് പോകണം. അങ്ങനെയാണ് ഇന്നത്തെ ദിവസങ്ങൾ. വേറെ പരിപാടിയൊന്നുമില്ല. ഡാൻസിനും തിരിച്ചു വരിക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക. പിന്നെ ദിയായിട്ട് എവിടെയെങ്കിലുമൊക്കെ വർത്താനം പറയുക. ചിലപ്പോൾ ഇനി ദിയായിട്ട് ഇനി എന്തെങ്കിലും കേസിന് പുറത്തൊക്കെ പോയെങ്കിലേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ ഞാൻ ദിയയുടെ വീട്ടിലെത്തി. ദിയ എത്തിയിട്ടില്ല. ദിയ വയലിന് പോയേക്കാണ്. ഞാൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക. അവിടെ വൈഫൈ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുക. ദിയ വരട്ടെ. എത്തിയില്ലോ. വയലിനും ഗിറ്റാറും. കീബോർഡാണ്. സോറി. ഏതാ സ്റ്റൈലൊക്കെ? എൽദോസിന്റെ സ്റ്റൈല് നോക്കിയാ നിങ്ങൾ. ഹായ് പറയൂ എൽദോസ്. എന്താ പരിപാടി? ചുമ്മാ വേറെ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. പുറത്തു പോകണം. നീ ഒന്ന് പുറത്തു പോവാണ്. ഞാൻ മീനിന് ഫുഡ് കൊടുക്കാൻ പോണേ ഗൈസ്. എങ്ങനെ ദോശ ഇരിക്കണ്ടേ? കുറേശ്ശെ പുറത്തേക്ക് വിടും. മതി കുറേശ്ശെ. മീൻ വന്നില്ലല്ലോ.
ഒന്ന് കയ്യിലും കൊത്തും. വെള്ളത്തിൽ കാണിക്കും തീറ്റ ഫുള്ള് കയ്യിൽ വന്ന് കയറും. അങ്ങനെയൊന്നും അല്ല. മീന നീ എവിടെ വെച്ചേക്കണം അവിടെയോ? ഗായ്സ്, ഇപ്പൊ സമയം ഏകദേശം 2:30 ആയിട്ടുണ്ട്. ഇത്ര നേരം പണി ചെയ്യായിരുന്നു. ഫുഡ് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കട്ടെ. ഇന്ന് ദീപാൻറ്റിയുടെ വക സ്പെഷ്യൽ ബിരിയാണി ചിക്കനുമാണ്. അപ്പം നമുക്ക് കഴിക്കാം. ഇതാണ് നമ്മുടെ ഫുഡ്. ഇത് ചിക്കൻ സാലഡ്, ഇത് ഡേറ്റ്സ് അച്ചാർ. പൈനാപ്പിൾ അച്ചാറുണ്ടോ? ഇതാ പൈനാപ്പിൾ അച്ചാർ. നേരത്തെ തന്നെ ഇരുണ്ടു, മഴക്കാറ് വെച്ചു ഇവിടെയൊക്കെ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ വർക്കിംഗ് ആയിരുന്നു കൂടുതൽ ടൈമിങ്ങും, അതുകൊണ്ടാണ് കൂടുതൽ വർക്ക് ചെയ്യുന്ന ക്ലിപ്പൊന്നും കാണിച്ചില്ല. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. 6 മണി വരെയാണ് എനിക്ക് വർക്ക്. 6 മണിക്ക് ശേഷം എനിക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ പോകണം. മഴക്കാറൊക്കെ വെച്ചിട്ടുണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചായ കുടിക്കണം. ചായയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. വൈകുന്നേരം ആകുമ്പോൾ ഈ സമയത്താകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇതങ്ങ് ശീലമായിപ്പോൾ. പിന്നെ വർക്കൊക്കെ ഒരുവിധം ക്ലോസ് ആക്കി ഞാൻ ഇറങ്ങി. അപ്പം തന്നെ സമയം ഡാൻസിന് പോകാൻ ടൈമായി. പക്ഷെ എനിക്ക് കോൾഡ് കോഫി കുടിക്കാൻ തോന്നണം. അപ്പോൾ ഒന്ന് കടയിൽ പോവാണ് കാപ്പിപ്പൊടി മേടിക്കാൻ വേണ്ടിയിട്ട്. അതുണ്ടാക്കി കുടിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കടയിൽ പോവാണേ. നമ്മുടെ വഴി ഇപ്പം ഭയങ്കര കാപ്പിപ്പൊടിയൊക്കെ മേടിച്ചു. നോക്ക്, നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മേഘം നോക്ക്, നല്ല ഇരുണ്ട് കുത്തി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഫോറം മാളിൽ നിന്ന് മേടിച്ച ആഞ്ഞിലിച്ചക്ക ഉണ്ടോ, ഇഷ്ടംമാതിരി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇത്ര രൂപ കൊടുത്തിട്ടാണ് മേടിച്ചതെന്നറിയാവോ? നോക്ക്, അതിനി പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ സാധനം കഴിക്കും. അതാണ് ആഞ്ഞിലിച്ചക്ക. ഈ വഴിയേ ഇപ്പം ഞങ്ങൾ പണ്ട് ലോക്ക്ഡൗൺ സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് പുല്ലായിരുന്നു കേട്ടോ. അന്ന് ഈ വീടൊന്നുമില്ല. ഞങ്ങൾ സേവനവാരം പോലെ നടത്തും. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഈ റോഡൊക്കെ വൃത്തിയാക്കുക. പിന്നെ ഞങ്ങൾക്ക് ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ ഒരു വഴി കൂടെ വരാൻ പറ്റും. ഒളിച്ചുംപാത്തം കളിക്കുക. ഒളിച്ചുപാത്തം കളിക്കുമ്പോൾ ഒളിക്കണ സ്ഥലമാണ് ഇത്. അടിപൊളിയായിരുന്നു. ഇവിടെ ചെയ്തുകൊണ്ട് വെള്ളത്തിലിറക്കി വെച്ചു മെൽറ്റാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പാലിൻ്റെ കട്ടയാണ്, 2 പേർക്കുള്ളതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കട്ട ഇട്ടു. നമുക്ക് കൊക്കോ പൗഡർ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വാനില എസെൻസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കൊക്കോ പൗഡർ ഇല്ലാത്തത് കൊണ്ടാണ്. കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അതാണ് ടേസ്റ്റ്. കൊക്കോ പൗഡർ ഇല്ല, അപ്പം അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് എസെൻസ് ആട്ടോ ഒഴിച്ചിട്ടുള്ളൂ, കൊക്കോ പൗഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഈ 2 പാക്കറ്റ് കാപ്പിപ്പൊടി. ഇത് ശരിക്കും ഷ്യാമുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തന്നേനെ. ഷ്യാമില്ല, അതുകൊണ്ട് തന്നെ പഞ്ചസാരയും 2 പാക്കറ്റ് കാപ്പിപ്പൊടി ഇട്ടു. 2 സ്പൂൺ പഞ്ചസാരയും. ഇപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. മിനിറ്റത്തോളം ബ്ലെൻഡ് ചെയ്യണം കേട്ടോ, നല്ല സ്മൂത്ത് ആവുള്ളൂ. ഇതിപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് കുടിച്ച് നോക്കാം. നല്ല മഴക്കാറും നല്ല കാറ്റും അതിൻ്റെ കൂടെ ഒരു കോൾഡ് കോഫി സെറ്റ്. ഇറങ്ങാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. കുത്തി മഴക്കാറ് വെച്ചു. രഞ്ജുവിനെ എങ്ങനെയെങ്കിലും സോപ്പ് ഇടാണ് കൊണ്ടാക്കി തരുമെന്ന് ചോദിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ക്ലാസ്സിലെത്തി. രഞ്ജു ആണ് കൊണ്ടുവന്നാക്കിയേ. ഞാൻ ഓടിച്ചു. രഞ്ജു ആ വണ്ടിയും കൊണ്ട് തിരിച്ചു പോയി. ക്ലാസ്സിൽ കയറാൻ പോവാണ്. ഇത് പ്രാക്ടീസിൻ്റെ ഇടയിലെടുത്ത ക്ലിപ്പാണ് ഇത്, എല്ലാവരും കൂടെ ഉള്ളത്. ഞങ്ങളിങ്ങനെ റെസ്റ്റിലാണ് അല്ലേ? പഠിച്ചു കഴിഞ്ഞില്ലേ? എവിടെ നോക്കി വരണേന്ന്. പഠിച്ചു കഴിഞ്ഞില്ലേ? എനിക്കും തരുമോ? ഇന്ന് ഞാൻ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത് അനിയത്തി അമ്മയൊക്കെ സിറ്റ് ഔട്ടിലിരുന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ കൂടെ ഞാനും കൂടി.
രഞ്ജുവും കൂടെ ഷവർമ്മ കഴിക്കാൻ വേണ്ടി പോവാണ്. മഴക്കാറൊക്കെ ഉണ്ട്, നല്ല മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. മഴ പെയ്യോന്നൊന്നും അറിയില്ല. ഇപ്പൊ സമയം ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. പോണത് കൈകാച്ചറയിലെ കേട്ടോ, നമ്മുടെ തൃക്കോണത്തിലാ മെട്രോ. ഒരു വട്ടം ഞാനിവിടെ കയറിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഷവർമ്മ കഴിച്ചു. ഞാൻ നോർമല്, രഞ്ജു റൊമാലി. ഇതെന്തോ മുഖം ഇങ്ങനെ വെച്ചേക്കണ കഴിച്ച് നമ്മളിറങ്ങാണ്. മഴ പെയ്യണ്ട് ഗൈസ് പുറത്ത്. കാലം കൂടെ ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പൊ നമ്മള് വീട്ടിലൊക്കെ എത്തി. അപ്പൊ ഇന്നത്തെ ഫുൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരണവരെയും ടാറ്റാ, ബൈ ബൈ.